നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആശുപത്രിയിൽ നിന്ന് വിശാല തിരിച്ചെത്തിയതേ ഉള്ളൂ. വാക്ക് തന്നത് പ്രഭാവതിയാണെങ്കിൽ ഈ വിവാഹം നടത്തിയിരിക്കും. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ഞാൻ അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്ന ഒന്നും ഞാൻ വിശ്വസിക്കില്ല. വിശാൽ ജാസ്മിനെ വിവാഹം കഴിക്കുമെന്ന് മിസ്റ്റർ ഗോപിനാഥ് പറയട്ടെ. മിസ്റ്റർ ഗോപിനാഥ് പറഞ്ഞാൽ എനിക്ക് വിശ്വാസമാണ്. മിസ്റ്റർ ഗോപിനാഥ് എന്താ ഒരു മറുപടി പറയാത്തത്? എനിക്കൊരു ഉത്തരം കിട്ടിയേ പറ്റൂ. അതെ, അച്ഛനെ ബുദ്ധിമുട്ടിക്കണ്ട. എന്റെ വിവാഹത്തെ കുറിച്ചല്ലേ നിങ്ങൾ സംസാരിക്കുന്നത്? അതിന് ഞാൻ മറുപടി പറഞ്ഞാ പോരെ? മതി. എനിക്കൊരു ഉറപ്പ് കിട്ടണം. ഞാൻ ഉറപ്പ് നൽകുന്നു. ജാസ്മിൻ ഇനിയും വിവാഹ വേഷത്തിൽ ഒരുങ്ങും. ജാസ്മിൻ ഇനിയും വിവാഹ വേഷത്തിൽ ഒരുങ്ങുമെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരുങ്ങി വന്നതാ എന്റെ മകള്. അതുപോലെ ആകരുത്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. വിവാഹം നടക്കും. വിശാൽ, നീ എന്തേ പറയുന്നേ? വിശാലിന് പറയാനുള്ളത് വിശാല് പറഞ്ഞോളൂ. രാധിക ഇടയിൽ കയറി സംസാരിക്കണ്ട. ജാസ്മിന് വേണ്ടി നിങ്ങളൊക്കെയല്ലേ സംസാരിക്കുന്നേ? അപ്പോ വിശാലിന് വേണ്ടി എനിക്കും സംസാരിക്കാം. വിശാൽ, നീ ഒന്നും ആലോചിക്കാതെ എടുത്തു ചാടി ഒരു വാക്ക് കൊടുക്കരുത്. വിവാഹം ഒരു പെൺകുട്ടിയുടെ അവകാശമല്ലേ ചെറിയമ്മേ? അത് ജാസ്മിന്റെ ആ അവകാശം നമുക്കായിട്ട് നിഷേധിക്കാൻ പറ്റില്ലല്ലോ. വിവാഹം നടക്കും. വിശാൽ, അതുവരെ ജാസ്മിന് ഈ വീട്ടിൽ തന്നെ നിൽക്കുകയും ചെയ്യാം. വിശാൽ ബ്രോ, പാർവതി മറന്നുകൊണ്ട് വാക്ക് നൽകല്ലേ. പാവം കിട്ടും. ഈ വിശാൽ ഗോപിനാഥിന് വാക്കൊന്നേ ഉള്ളൂ അങ്കിൾ. ജാസ്മിനെ വിവാഹ വേഷത്തിൽ അങ്കിളിനെ കാണാൻ കഴിയും. പക്ഷേ അതിന് ഒരു മാസത്തെ സാവകാശം തരണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.